ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ ഈ വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു 30 സെക്കൻഡുള്ള വീഡിയോസും പെറ്റ്സിൻ്റെ റേറ്റ്, പ്ലേസും കാര്യങ്ങളും മെസ്സേജ് അയക്കാവുന്നതാണ്. നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ പെറ്റ്സിൻ്റെയും ബ്രീഡർമാരുടെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് തറ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പറും സ്ഥലാടിസ്ഥാനത്തിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സീരിയൽ നമ്പർ 1 തൊടുപുഴയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഗോൾഡൻ റിട്രീവറിൻ്റെ 2.5 വയസ്സ് പ്രായമുള്ളൊരു മെയിലാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 5000 രൂപയാണ് ഇതിൻ്റെ വില അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഗോൾഡൻ റിട്രീവറിൻ്റെ അഡൾട്ട് മെയിലിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർ അവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 5000 രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ. 2.5 വയസ്സ് പ്രായമുള്ളൂ. തൊടുപുഴയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. സീരിയൽ നമ്പർ 2 കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രീ അഡോപ്ഷനാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ലാബിൻ്റെ മെയില് 4 വയസ്സ് പ്രായമുണ്ട്, ഫ്രീ അഡോപ്ഷൻ. അപ്പോൾ ഇതിനെടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യുക. ലാബിൻ്റെ ഒരു മെയില്, ഫ്രീ അഡോപ്ഷൻ. അപ്പോൾ ഇതേപോലെ പെറ്റ്സുകളും കാര്യങ്ങളൊക്കെ ഫ്രീ അഡോപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അയച്ചു തരാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് കണ്ണൂരിൽ നിന്നൊരു ക്രോസ് ബ്രീഡ് പപ്പി സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സീരിയൽ നമ്പർ 2 നമുക്ക് 2 പെറ്റ്സ് വന്നിട്ടുണ്ട്. ഒരെണ്ണം ലാബ് ഫ്രീ അഡോപ്ഷനും അതേപോലെ തന്നെ റോഡ് വീലറിൻ്റെ ക്രോസ് ബ്രീഡ് പപ്പിയാണ് വന്നിരിക്കുന്നത്, മെയിൽ പപ്പി. ഫാദർ വന്നിരിക്കുന്നത് റോട്ടും മദർ വന്നിരിക്കുന്നത് നാടനുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ക്രോസ് ബ്രീഡ് പപ്പി, റോട്ടിൻ്റെയൊക്കെ ക്രോസ് പപ്പിനെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യുക. കണ്ണൂരാണ് ലൊക്കേഷൻ. വെറും 1400 രൂപയാണ് അതിൻ്റെ വില അവർ ചോദിക്കുന്നുള്ളൂ. ഫാദറിൻ്റെ ഫോട്ടോ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഗാർഡിങ്ങിനും ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ക്രോസ് ബ്രീഡ് പപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ്. 1400 രൂപയാണ് വില വരുന്നുള്ളൂ. റോട്ടിൻ്റെ ക്രോസാണ് വന്നിരിക്കുന്നത്. ലൊക്കേഷൻ കണ്ണൂർ, സെയിം ബ്രീഡറിൻ്റെ സീരിയൽ നമ്പർ 2. ഇതാണ് ഫാദർ വന്നിരിക്കുന്നത്, നേരത്തെ കാണിച്ച ക്രോസ് ബ്രീഡിൻ്റെ. സീരിയൽ നമ്പർ 3 കാസർഗോഡ് നിന്നാണ് നമുക്ക് കുറച്ചധികം അസീലുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അസീല് കത്തിക്കാല് ലോങ് ടെയിലാണ് വന്നിരിക്കുന്നത്. ഇത് ഒരു മെയിലാണ് വന്നിരിക്കുന്നത്, അഡൽട്ട് മെയിൽ. 2700 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ, 2700. അതേപോലെ അസീല് കത്തിക്കാലിലെ കുറച്ച് ഫീമെയിൽസുകൾ വന്നിട്ടുണ്ട്. ഫീമെയിൽ ഇത് ആ തള്ളക്കോഴിയും 3 കുഞ്ഞുങ്ങളും കൂടി 3000 രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത്. അസീലിലെ തള്ളക്കോഴിയും 3 കുഞ്ഞുങ്ങളും കൂടി 3000 രൂപ. അത് ഒരുമിച്ചാണ് സെയില്. അതേപോലെ പിന്നെ നമുക്ക് അവിടെ നിന്ന് അസീലിൻ്റെ കത്തിക്കാലിൻ്റെ ഫീമെയിൽസുകൾ വന്നിട്ട് സെപ്പറേറ്റ്. ഫീമെയിലുകൾ വന്നിരിക്കുന്നത് പീസ് റേറ്റ് 1200 രൂപയാണ് വില ചോദിച്ചിരിക്കുന്നത്. അസീല് കത്തിക്കാല് ഇത് അടുത്തൊരു ഫീമെയിലാണ്, 1200 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ആ ക്വാണ്ടിറ്റി അസീലുകൾ നമുക്ക് ഇവിടെ സെയിലുണ്ട്. കാസർഗോഡാണ് ലൊക്കേഷൻ. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അസീല് കത്തിക്കാല് ലോങ് ടെയിലാണ് വെറൈറ്റി വന്നിരിക്കുന്നത്. സീരിയൽ നമ്പർ 4 പാലക്കാടാണ് ലൊക്കേഷൻ. ലാബിൻ്റെ ഒരു ഫീമെയിൽ പപ്പി 3 മാസം കഴിഞ്ഞത്. 5500 രൂപയാണ് ഇതിൻ്റെ വില അവർ ചോദിക്കുന്നത്. അർജൻറ്റ് സെയിലാണ്. ആരെങ്കിലും എടുക്കാൻ താല്പര്യമുള്ളവർ, ലാബിൻ്റെ ഫീമെയിൽ പപ്പിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർ അവരായിട്ട് കോൺടാക്ട് ചെയ്യുക. 3 മാസം പ്രായം കഴിഞ്ഞത് 5500 വില അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഇതേപോലെ കോഴികൾ, അസീല്, പെറ്റ്സ്, ഡോഗ്സ്, പ്രാവുകൾ, ബേഡ്സുകളൊക്കെ വളർത്തുന്നവർക്ക് അവർക്ക് സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഉപകാരപ്പെടുന്നതായിരിക്കും. ഡയറക്റ്റ് നമ്മൾ ബ്രീഡേഴ്സിൻ്റെ നമ്പർ തന്നെയാണ് വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത്. സീരിയൽ നമ്പർ 5 പാലക്കാട് അടുത്തൊരു ബ്രീഡർ എന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ചധികം ബ്രീഡേഴ്സിൻ്റെ പാലക്കാട് അടുപ്പിച്ച് നമ്പർ വന്നിട്ടുണ്ട്. അപ്പോൾ സീരിയൽ നമ്പർ നോക്കിയിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം. അസീലാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. പെയർ 6.5 മാസം പ്രായമുള്ള മെയിൽ വന്നിരിക്കുന്നത് 4 കിലോൻ്റെ അടുത്ത് വെയിറ്റും ഫീമെയിൽ 2 കിലോൻ്റെ അടുത്ത് വെയിറ്റുമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും കൂടി പെയറിന് 4000 രൂപയാണ് വില അവർ ചോദിച്ചിരിക്കുന്നത്. അസീല് പാലക്കാട്. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ള ഒരു സീരിയൽ നമ്പർ നോക്കിയിട്ട് കോൺടാക്ട് ചെയ്യുക ബ്രീഡേഴ്സിനെ. സീരിയൽ നമ്പർ 6 പാലക്കാട് തന്നെയാണ്. അടുത്തൊരു ബ്രീഡർ തന്നെ നമുക്ക് സെയിലിനായിട്ട് ഷുഗർ ഗ്ലിഡറിൻ്റെ മെയിൽസ് വന്നിരിക്കുന്നത് 3 മാസം പ്രായമുള്ളത്. അപ്പോൾ നമുക്കിന്ന് ഒരുപാട് ബ്രീഡേഴ്സ് പാലക്കാട് നിന്നാണ് വന്നിരിക്കുന്നത്. സീരിയൽ നമ്പർ നോക്കിയിട്ട് കോൺടാക്ട് ചെയ്യുക. ഇതിന് 7000 രൂപയാണ്
റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഷുഗർ ഗ്ലിഡർ മെയിൽസ് 3 മാസം പ്രായമുള്ളത് 7000 രൂപ. നമുക്ക് സെയിം ബ്രീഡർ തന്നെ നമുക്ക് ഷിറ്റ്സുവിൻ്റെ പപ്പീസും സെയിലിനായിട്ട് വന്നിട്ടുണ്ട് പാലക്കാട് തന്നെ. അപ്പോൾ നല്ല അടിപൊളി ഷുഗർ ഗ്ലിഡറിൻ്റെ മെയിലിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാൻ 3 മാസം പ്രായമുള്ളതാണ്. അപ്പോൾ ഇതും ഷിറ്റ്സിൻ്റെ പപ്പീസും സെയിം ബ്രീഡറാണ് വന്നിരിക്കുന്നത്. ഷിറ്റ്സിൻ്റെ പപ്പീസ് മെയിൽ പപ്പിക്ക് 10,500 ഫീമെയിൽ പപ്പിക്ക് 10,000 രൂപയാണ് അവർ വില വെച്ചിരിക്കുന്നത്. പാലക്കാടാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നല്ല ഷിറ്റ്സിൻ്റെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർ അവരായിട്ട് കോൺടാക്ട് ചെയ്യുക. സീരിയൽ നമ്പർ 7 പാലക്കാട് തന്നെയാണ്. അടുത്തൊരു ബ്രീഡർ പാലക്കാട് എന്നുള്ളതാണ്. അസീൽ ഒരു 2 വയസ്സ് പ്രായമുള്ള മെയിലാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 3500 രൂപയാണ് ഈ അസീലിൻ്റെ മെയിലിൻ്റെ വില അവർ ചോദിച്ചിരിക്കുന്നത്. 3500 പാലക്കാടാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ അസീലിൻ്റെ മെയിലിന് എടുക്കാൻ താല്പര്യമുള്ളവർ അവരുടെ നമ്പർ സീരിയൽ നമ്പർ നോക്കാം. കാരണം അടുപ്പിച്ച് ഒരു 3-4 പാലക്കാട് വന്നിട്ടുണ്ട്. ബ്രീഡേഴ്സൊക്കെ വ്യത്യാസമാർന്ന ബ്രീഡേഴ്സാണ്. സീരിയൽ നമ്പർ നോക്കിയിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ ബ്രീഡേഴ്സിനെ വിളിക്കുമ്പോൾ D4 ഡ്രീംസിൻ്റെ പേര് പറഞ്ഞിട്ട് വിളിക്കാൻ ശ്രമിക്കുക. ഏത് ബ്രീഡർമാരെ വിളിക്കുമ്പോഴും സീരിയൽ നമ്പർ 8 മലപ്പുറമാണ് ലൊക്കേഷൻ. സാറ്റിയർ ഒരു പെയറാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 2500 രൂപയാണ് ഈ പെയറിൻ്റെ വില അവർ ചോദിച്ചിരിക്കുന്നത്. മലപ്പുറമാണ് ലൊക്കേഷൻ. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളിൽ പ്രാവുകളും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അയച്ചു തരാവുന്നതാണ്. സീരിയൽ നമ്പർ 9 എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. പൈനാപ്പിൾ കൊന്നൂറിൻ്റെ ഒരു സെമി അഡൽട്ട് മെയിലാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 2600 രൂപയാണ് ഇതിൻ്റെ വില അവർ ചോദിച്ചിരിക്കുന്നത്. എറണാകുളമാണ് ലൊക്കേഷൻ. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. പൈനാപ്പിൾ കൊന്നൂർ സെമി അഡൽട്ട് മെയിൽ ബേഡ് എടുക്കാൻ താല്പര്യമുള്ളവർ അവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സീരിയൽ നമ്പർ 10 കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ആഫ്രിക്കൻ ലവ് ബേർഡ് ആണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഫുള്ളി ടേംഡ് ആയിട്ടുള്ള ഹാൻഡ് ഫീഡിങ് കഴിഞ്ഞ് നന്നായിട്ട് ടേം ചെയ്തെടുത്തൊരു ബേർഡാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. കോഴിക്കോടാണ് ലൊക്കേഷൻ. 1200 രൂപയാണ് ഇതിൻ്റെ വില അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യുക. ഫുള്ളി ടേംഡ് ആയിട്ടുള്ള ബേർഡാണ് വന്നിരിക്കുന്നത്. സെൽഫ് ഫീറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബേർഡ്. സീരിയൽ നമ്പർ 11 കാസർഗോഡാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഫീമെയിൽ കിറ്റൺസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 4500 രൂപയാണ് വില ചോദിച്ചിരിക്കുന്നത്. 2 കിറ്റൺസ് ഉണ്ട്, 2 ഫീമെയിൽസാണ്. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർ അവരായിട്ട് കോൺടാക്ട് ചെയ്യുക. കാസർഗോഡാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോൺടാക്ട് ചെയ്യുക. ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി മെമ്പേഴ്സ് ഇതേപോലെ പെറ്റ്സ് കോഴിനൊക്കെ വളർത്തുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അവർക്ക് സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും. നമ്മുടെ ഡയറക്റ്റ് ബ്രീഡേഴ്സിൻ്റെ നമ്പറാണ് കൊടുക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.